ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായിയുടെ സഹോദരനാണ് കിയ എന്ന് നമുക്കറിയാം. കിയയുടെ വളർച്ച തന്നെ നമ്മളെ എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. സെൽറ്റോസ് എന്നൊരു SUVയിലൂടെ പടയോട്ടം നടത്തി ഫോർഡിന് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കിയയുടെ ഉയർച്ച തന്നെ. ജനങ്ങളുടെ പൾസറിഞ്ഞ് കിയ നിരത്തിലിറക്കിയ എല്ലാ വാഹനങ്ങളും വാങ്ങാനായി ഇപ്പോഴും തിക്കും തിരക്കുമാണ്. സെൽറ്റോസ് വന്ന് ഹിറ്റായതോടെ പിറകെ വന്ന സോനറ്റും കാരൻസുമെല്ലാം കിയ എന്ന ബ്രാൻഡിൻ്റെ യശസ് പിടിച്ചുയർത്തി. അങ്ങനെ ഒരു വലിയ കുടുംബത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ ഫാമിലി MPV തേടി നടന്നു ജനങ്ങൾ കിയയിൽ നിന്നും. മാരുതി എർട്ടിഗ അന്ന് അരങ്ങുവാണിരുന്ന സമയത്ത് എർട്ടിഗയുടെ നെഞ്ചിടിപ്പ് കൂട്ടി കാരൻസ് എന്ന MPV തലയെടുപ്പോടെ MPV സെഗ്മെൻറ്റിലേക്ക് കടന്നു വന്നു. പെട്രോൾ, ഡീസൽ, ടർബോ പെട്രോൾ എന്നിങ്ങനെ വ്യത്യസ്തമാർന്ന എഞ്ചിൻ ഓപ്ഷനുകളിൽ കാരൻസ് വന്നപ്പോൾ ജനങ്ങൾ ഇരുകൈയും നീട്ടി ആ മഹാനെ സ്വീകരിച്ചു. മാനുവൽ, ഓട്ടോമാറ്റിക്, IMT എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഗിയർ ബോക്സ് കോമ്പിനേഷനുമെല്ലാം ചേർന്ന കാരൻസ് അതിവേഗമാണ് ജനശ്രദ്ധയെ ആകർഷിച്ചത്. തട്ടുപൊളിപ്പൻ ഡിസൈനും ഫീച്ചറുകളാൽ സമ്പന്നമായ വേരിയൻറ്റുകളും പെർഫോമൻസും എല്ലാം സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന വിലയ്ക്കാണ് കിയ കാരൻസിലൂടെ വന്നത്. അങ്ങനെ വെന്നിക്കൊടി പാറിക്കുന്ന മോഡലിൽ കമ്പനി ചെറിയൊരു പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ? അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അക്കാര്യം വേറൊന്നുമല്ല, കാരൻസ് നിരയിലെ കളർ ഓപ്ഷനിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു കമ്പനി. 7 സീറ്റർ MPVയിൽ നൽകിയിരിക്കുന്ന മോസ് ബ്രൗൺ എക്സ്റ്റീരിയർ കളർ ഇനി ഇല്ല എന്നാണ് കമ്പനി പറയുന്നത്. ഇതോടെ ഇൻറ്റൻസ് റെഡ്, ഇമ്പീരിയർ ബ്ലൂ, അറോറ ബ്ലാക്ക് പേൾ, സ്പാർക്ലിംഗ് സിൽവർ, ഗ്രാവിറ്റി ഗ്രേ, ഗ്ലേസിയർ വൈറ്റ് പേൾ എന്നിങ്ങനെ 6 നിറങ്ങളിൽ മാത്രമേ കാരൻസ് ഇനി ലഭിക്കുകയുള്ളൂ. മോസ് ബ്രൗൺ എന്തിനാണ് നിർത്തലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി അതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല. വലിയ ഡിമാൻഡ് ഇല്ലാഞ്ഞിട്ടായിരിക്കും എന്നാണ് പുറമേയുള്ള കേൾവി. പ്രീമിയം, പ്രസ്റ്റീജ്, പ്രസ്റ്റീജ് പ്ലസ്, ലക്ഷറി, ലക്ഷറി O, ലക്ഷറി പ്ലസ്, എക്സ് ലൈൻ എന്നിങ്ങനെ 7 വേരിയൻറ്റുകളായി വരുന്ന കാരൻസിന് 10,45,000 രൂപ മുതൽ 18,95,000 രൂപ വരെയാണ് ഷോറൂം വില. ഈ ബജറ്റിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച MPVകളിൽ ഒന്നാണ് കാരൻസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 2022 ഫെബ്രുവരിയിലാണ് കാരൻസ് ലോഞ്ച് ചെയ്തത്. അന്ന് മുതൽ ഒക്ടോബർ വരെ 1,00,000 യൂണിറ്റ് എന്ന വിൽപ്പന കാരൻസ് കടന്നു കഴിഞ്ഞു. ഏകദേശം 1.5 വർഷം എടുത്തു ഈ നേട്ടം കൈവരിക്കാൻ MPVക്ക് സാധിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ എന്തെന്നാൽ അത്യാധുനിക ഫീച്ചറുകൾക്കൊപ്പം സേഫ്റ്റിയുമായിരുന്നു ഇതിൽ വന്നിരുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഒരുക്കിയാണ് വാഹനത്തെ കമ്പനി നിരത്തിലിറക്കിയത്. 6 എയർ ബാഗുകൾ, ABS വിത്ത് EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ് സിസ്റ്റങ്ങൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ISO ഫിക്സ് ചൈൽഡ് മൗണ്ടുകൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഓൾ വീൽ എന്നിവയാണ് പ്രധാന സുരക്ഷാ ഫീച്ചറുകൾ. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് കാരൻസ് ലഭിക്കുന്നത്. ട്രാൻസ്മിഷൻ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് IMT, 7 സ്പീഡ് DCT, ഒരു ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ യൂണിറ്റ് ഉൾപ്പെടെ ഒന്നിലധികം ഗിയർ ബോക്സ് ഓപ്ഷനുകളാണ് MPVക്ക് ലഭിക്കുന്നത്. വിൽപ്പന സീസൺ ലക്ഷ്യമിട്ട് കാരൻസിൻ്റെ പുതിയൊരു എക്സ് ലൈൻ വേരിയൻറ്റും ഈ അടുത്തിടെ കമ്പനി അവതരിപ്പിച്ചിരുന്നു. 6 സീറ്റർ ലേഔട്ടിൽ വരുന്ന ഈ മോഡൽ MPVയുടെ ടോപ്പ് എൻഡ് മോഡലായാണ് കണക്കാക്കുന്നത്. മറ്റുള്ള പതിപ്പുകളെ അപേക്ഷിച്ച് കാരൻസിൻ്റെ പുതിയ വേരിയൻറ്റിന് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.